സ്ലീഹായ്ക്ക് ഈശോയെ കാണാത്തതൊരു പരിഭവം ഉണ്ടായിരുന്നു. ആദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് സ്ലീഹ കൂടെ ഉണ്ടായിരുന്നില്ല. കണ്ട ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഉടനെ തോമസിന് ഒരു പരിഭവം തോന്നി. പെട്ടെന്ന് പറഞ്ഞതാണ്, ഒരു വാശിക്ക് പെട്ടെന്ന് പറഞ്ഞതാണ്, അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വിരലിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. സാധാരണ നമുക്ക് ആർക്കും പറ്റുന്നതാണ്, ഒരു മൂപ്പിന് പറഞ്ഞു പോകുന്നതാണ്. നമുക്കെല്ലാവരും പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ പറഞ്ഞു പോകുന്ന, ചില സമയത്ത് സംഭവിച്ചു പോകുന്ന കാര്യമാണ് വായിൽ വരുന്നത് പറയുക. നമുക്ക് ഒരു സദസ്സിൽ, കുറച്ചു പേരുടെ ഒരു സദസ്സിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ നമ്മൾ പല ടെക്നിക്ക് ഉപയോഗിക്കും. തോമസ് സ്ലീഹ ഉപയോഗിച്ച ടെക്നിക്കാണ്, അവനെ നേരിട്ട് കാണാതെ, നേരിട്ട് തൊടാതെ ഞാൻ വിശ്വസിക്കില്ല. 7 ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. തോമസേ, നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, തൊട്ട് വിശ്വസിക്കുക. തോമസ് തൊടാൻ പോയില്ല. തോമസ് ചെയ്തത് ആകെ പറഞ്ഞ വാക്ക്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമസ് യേശുവിനെ തൊട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. തലയാഴ്ച നിറയെ വാചകടിച്ചവനാണ്. പിറ്റേയാഴ്ച കൈകൂപ്പി നിന്നിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ അർത്ഥം, ഇത്രയും നാൾ എൻ്റെ കർത്താവായി, എൻ്റെ ഗുരുവായി കൂടെ നടന്നതാണ്, ദൈവമായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പൂർണ്ണ ബോധത്തോടെ ആരുടെ മുമ്പിൽ വെച്ചാണോ തലയാഴ്ച പ്രതിജ്ഞയെടുത്തത് അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് കർത്താവിനെ ഏറ്റു പറഞ്ഞു. അതിന്റെ ബാക്കിയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യൻ കാതങ്ങൾ താണ്ടി ഈ കേരളക്കരയിൽ എത്തിയത്, ഇവിടെ സുവിശേഷം പ്രസംഗിച്ചത്, വന്ന വഴിക്കുള്ള എല്ലാ തീരങ്ങളിലും സുവിശേഷം അറിയിച്ചത്. ഇതെല്ലാം ദൈവത്തിന് മുമ്പിൽ കൂപ്പിയ ആ കൈയാണ്. ഇവിടെ നമുക്ക് തോമസ് സ്ലീഹയെ മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ സ്വഭാവം അനുകരിച്ചാണ്. ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും, തെറ്റാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം കൈകൂപ്പിയാണ്. പറ്റിപ്പോയി, ഒരു സമയത്ത് പറ്റിപ്പോയതാണ്, നമുക്ക് പറ്റിപ്പോയി. അതിനൊരു ഉദാഹരണം ഉണ്ടാവും. ഒരിക്കൽ നമ്മുടെ രൂപതയുടെ ഒരു പ്രധാന പള്ളി, വലിയ പള്ളിയാണ്, ഒരുപാട് ആളുകളുള്ളതാണ്. അങ്ങനെയുള്ള പള്ളികളിൽ തിരുനാൾ പ്രസിദ്ധീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചെലവുള്ള കാര്യമാണ്, വളരെ വലിയ ചെലവാണ്. ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന തിരുനാളാണ്, ഒരുപാട് ആളുകൾ വരും, ബാൻഡും ചെണ്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രദക്ഷിണ നീളം കൂടുന്നു, അതിൻ്റെ എണ്ണവും കൂടും. വളരെയധികം ചെലവുള്ള ഒരു നമ്മുടെ പള്ളിയിൽ ഒരാൾ പ്രസിദ്ധിയായിട്ട് മുമ്പോട്ട് വന്നു, ഞാൻ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഒറ്റയ്ക്ക് ഏറ്റ് നടത്തിക്കോളാം. നമുക്ക് ധൈര്യമുണ്ട്, നമ്മളൊരു കാര്യം ഏൽക്കുമ്പോൾ. ഒരു വർഷം ഈ വർഷമായിരിക്കാം, അടുത്ത വർഷമായിരിക്കാം, മുട്ടുകുത്തി എഴുതും. ഇദ്ദേഹം മുട്ടുകുത്തി തിരുനാളേറ്റു. ഏറ്റപ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, തൻ്റെ കയ്യിലേക്ക് 1 കോടി രൂപ മൂല്യമുള്ള ഒരു വസ്തു എത്തും. അത് രജിസ്ട്രേഷൻ നടന്നാൽ മതി. അത് കഴിഞ്ഞ് ഈ വസ്തുവിൻ്റെ മൂല്യമുള്ളത് കൊണ്ട് വിൽക്കുമ്പോൾ നമുക്ക് പരിപാടി ആവശ്യത്തിന് പണം കിട്ടും. 10-15 ലക്ഷം അതിൽ പള്ളിക്ക് കൊടുത്താൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. അത് തിരുനാളായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. തിരുനാൾ പോയി ഏറ്റു, എല്ലാവരും കാണാൻ മുട്ടുകുത്തി അദ്ദേഹം തിരുനാളേറ്റ്. ഈ കാര്യം ശുഭകരമായിട്ട് മുമ്പോട്ട് പോകുന്നതിനിടയ്ക്ക് ഈ കൈമാറ്റം ചെയ്യേണ്ട വസ്തു ഒരു കേസിൽ പെടുകയാണ്. ഇദ്ദേഹത്തിന് അദ്ദേഹം വലിയ സാമ്പത്തികമുള്ള ഒരാളാണ്, ഇടത്തരം കുടുംബക്കാരനാണ്. പക്ഷെ 15 ലക്ഷം രൂപ കൊടുത്ത് ഒരു തിരുനാൾ നടത്താനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിനില്ല. ഈ വസ്തു കേസിൽ പെട്ടതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി, സിവിൽ കേസാണ്, മുമ്പോട്ട് പോകും. തിരുനാൾ നാട്ടുകാരുകൾക്ക് ഏറ്റു, എല്ലാവരും പറഞ്ഞു, ഇടവക മുഴുവൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ചെയ്തത് രണ്ടായിട്ട് ചിന്തിച്ചു. ഒന്നുകിൽ ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ തിരുനാളായത് കൊണ്ട് ജീവൻ പോയാലും തല പോയാലും കുടുംബം വിറ്റിട്ടാണെങ്കിലും ഞാൻ തിരുനാൾ നടത്തും. ഒരു തീരുമാനമാണ്. പക്ഷെ ഇയാളെടുത്ത് രണ്ടാമത് വേറൊരു തീരുമാനമാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ കയ്യിലേക്ക് എൻ്റെ പ്ലാൻ തെറ്റിപ്പോയത് കൊണ്ട്, കയ്യിലേക്ക് പണം വരാത്തത് കൊണ്ട് ദയവായി എന്നെ തിരുനാളിൽ നിന്ന് ഒഴിവാക്കി തരണം. ഇത് പള്ളിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കാര്യം പറഞ്ഞു, കുറച്ച് പണം എനിക്ക് വരാനുണ്ടായിരുന്നു, അത് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വന്ന് ഇപ്പോൾ എൻ്റെ പ്ലാനിൽ തെറ്റി. ഇനി ഈ തിരുനാളേക്ക് നടത്താനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. അന്ന് ഏറ്റപ്പോൾ ഉണ്ടായിരുന്നത് പ്രതീക്ഷിച്ചിട്ടാണ്, ഇന്ന് എനിക്കില്ല. അതുകൊണ്ട് ദയവായി എന്നെ ഒഴിവാക്കി തരണം. കമ്മിറ്റി ഒഴിവാക്കി കൊടുത്തു. ഒന്നുമില്ലാത്തവർ, അല്ലെങ്കിൽ ഒരാൾ തിരുനാൾ നടത്തി കുടുംബം വിൽക്കേണ്ട അവസ്ഥയാണ് ഒരാൾ പ്രസിദ്ധിയായിട്ട്. മറിച്ച് അയാൾ തെറ്റേറ്റു പറഞ്ഞു. ഒരു സംഭവിച്ചു പോയി, ഒരു പിഴവ് സംഭവിച്ചു. ആ പിഴവിനെ ഏറ്റു പറഞ്ഞപ്പോൾ പള്ളി പൊതുവായിട്ട് നടത്തുകയുണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം.